ഹലോ, ഇന്ന് വഴി തെറ്റിപ്പോയ ഒരു യാത്രയാണേ. അപ്പം നിങ്ങളുടെ കൊച്ചൊരു വിശേഷമായി പങ്കുവെക്കാം. നാട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ സ്ട്രോബെറി ലേക്ക് ഫാം കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തു. സാറ്റർഡേ ആയിരുന്നു ഞങ്ങൾ നാട്ടിൽ പോയത്, തിങ്കളാഴ്ച ദിവസം. അപ്പം വെള്ളി ശനി അവധിയാണല്ലോ. അപ്പം ശനിയാഴ്ച ഞങ്ങൾ റൂമിൽ നിന്ന് ബോറടിച്ചപ്പോഴത്തേക്ക് സ്ട്രോബെറി ലേക്ക് ഫാം കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങി. പക്ഷെ വഴി തെറ്റിയെത്തിയത് വേറെ ഏതോ ഒരു ഫാമിലായിരുന്നു. ഞാൻ മാസ്ക് വെച്ചേക്കുന്ന വേറെ ഒന്നുമല്ല, എനിക്ക് നല്ല ചുമയായിരുന്നു. ഒരു ഡിസംബർ 25 ഒക്കെ ആയപ്പോൾ തുടങ്ങിയൊരു ചുമയാണ്, മാറിയേയില്ല. ഒരു 7 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കാണിക്കുകയും മെഡിസിൻ എടുക്കുകയൊക്കെ ചെയ്തിട്ടും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാസ്ക് ഒക്കെ വെച്ചിട്ടാണെങ്കിലും സ്ട്രോബെറി ലേക്ക് ഫാം കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ എത്തിയത് വേറെ ഒരു ഫാമിലായിരുന്നു. നമ്മൾ തേടിയത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് സന്തോഷിക്കാമെന്നല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും ഒന്ന് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ നോക്കിയപ്പോഴത്തേക്ക് നല്ല ഡിസ്റ്റൻസ് ഉള്ളത് കാരണം സ്ട്രോബെറി ലേക്ക് ഫാം ക്യാൻസൽ ചെയ്ത്. ഞങ്ങൾ ചെന്ന ടൈം ഈ ഫാമിൽ ചെന്നപ്പോൾ തന്നെ ഇങ്ങനെ കുറേ കോഴികളും ക്യാമലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മയിലിനെ കണ്ടു, പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു. അതിനെയൊക്കെ കണ്ടിട്ട് കൃഷി അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മൂവ് ചെയ്ത്. നമ്മൾ ചെന്ന സമയം കുറച്ച് താമസിച്ചു പോയെന്ന് തോന്നുന്നു. എല്ലാം വിളവെടുത്തൊക്കെ കഴിഞ്ഞിരുന്നു, ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു. എന്നാലും ഉള്ളത് നമുക്ക് അവിടെ നിന്ന് കിറ്റ് തരും, അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് വരാമായിരുന്നു. പക്ഷെ നമ്മളൊന്നും എടുത്തില്ലായിരുന്നു, നമ്മൾ പിറ്റേ ദിവസം നാട്ടിൽ പോകുമായിരുന്നല്ലോ. ഇത് മറ്റേ ഇതല്ലേ റാഡിഷ്. ഇത് ക്യാബേജ്. ആ ക്യാബേജ്. ഇത് മറ്റേ ബ്രൊക്കോളി, തക്കാളി. ആ ഇത് സ്ട്രോബെറി പൽപ്പല്ല, ഇത് വേറെ ഫാമാ. ഇതെന്ത് കല്ലുതാ, ഉള്ളി തക്കാളിക്ക് വേണ്ട കല്ല്, അതിനകത്ത് തക്കാളിക്ക് വേണ്ട. കല്യാണി ഇടയ്ക്കിടയ്ക്ക് ഇതല്ല സ്ട്രോബെറി ഫാം, എനിക്ക് സ്ട്രോബെറി പാർക്കിലോ പോകണ്ടേന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കണുണ്ടായിരുന്നു.
അവിടെ എന്തോ കൃഷിയുണ്ട്. കുറച്ചു നേരം കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കണ്ട് നമ്മളവിടെ എന്തോ ഒരു കൃഷി കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയപ്പോഴാണ് ഒരു സ്ലൈഡർ, വലിയൊരു സ്ലൈഡറൊക്കെ കണ്ട് മലയുടെ മുകളിൽ നിന്ന്. അപ്പം നമ്മളെന്നാൽ വീട്ടിൽ പോകാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അന്ന് നമുക്ക് ആ സ്ലൈഡർ കണ്ടെടുത്തോട്ട് കൂടി ഒന്ന് പോയി നോക്കിയാലോ എന്ന് കരുതിയിട്ട് വീണ്ടും തിരിച്ചു കയറിയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ വരെ പോയപ്പോഴത്തേക്ക് റോഡ് ഫുള്ള് വണ്ടികൾ നിർത്തിയിട്ടേക്കുമായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം വേണ്ട, തിരിച്ച് റൂമിൽ പോകാം എന്ന് കരുതിയിട്ട് തന്നെ നമ്മൾ തിരിച്ചിറങ്ങുമായിരുന്നു. പൊടിയടിക്കുമ്പോഴത്തേക്ക് നല്ല ചുമയായിരുന്നു. വീണ്ടും കൂടുതൽ ചുമയാക്കണ്ട, നാട്ടിൽ പോകാനൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ നമ്മൾ അധികം നേരം നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഇറങ്ങി. സൈഡിലെല്ലാം ഇങ്ങനെ ഗ്രീൻ ഹൗസ് വെച്ചിട്ട് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. പ്ലാന്റ്സിന്റെ തൈകളൊക്കെ വളർത്തുന്നതായിരിക്കും. നിറയെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു, ഗ്രീൻ ഹൗസുകളും ഒക്കെ കുറേ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഒരു മൂൺ കണ്ടോ ആകാശത്ത്. അങ്ങനെ ഇതും ഫ്ലോപ്പായി തിരിച്ചു പോകും. തിരക്ക് ഇവിടെ മലയുടെ മുകളിൽ നിന്ന് ഒരു സ്ലൈഡർ ഒക്കെ ഉണ്ട്. അങ്ങോട്ടാ പോകുന്നത് എല്ലാരും ആയിരിക്കും. അങ്ങനെ സ്ട്രോബെറി ലേക്ക് ഫാം ഇല്ലേ, തപ്പി വന്ന് വഴി തെറ്റി അൽമരിയ ഫാമിലെത്തി.